സ്കൂൾ മാനേജ്മെന്റിനും കെ.എസ്.ഇ.ബി അധികൃതർക്കും കുറച്ച് ദിവസം കഴിഞ്ഞാൽ മറക്കാൻ സാധിക്കുന്ന സംഭവം. കാരണം നഷ്ടപ്പെട്ടത് അവർക്കല്ല, അവരുടെ ആരുമല്ല മിഥുൻ. അതുകൊണ്ട് തന്നെ പരസ്പരം പഴിചാരി മിഥുനെ അവർക്ക് വിസ്മൃതിയിലേക്ക് അയക്കാം. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരുപോലെ പ്രിയങ്കരനായ മിഥുൻ, വഴിയോരത്തും അകത്തളങ്ങളിലും ഓടി നടന്ന മിഥുൻ ഇനിയില്ല. ഗുരുതര അനാസ്ഥയുടെ ഇര മിഥുൻ എന്ന സ്കൂൾ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലാണ് 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ കളിക്കുന്നതിനിടയിൽ തന്റെ ചെരുപ്പ് സ്കൂളിലെ തന്നെ സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് വീഴുന്നു. മിഥുൻ അതെടുക്കാനായി സൈക്കിൾ ഷെഡിന് മുകളിൽ കയറി. അവിടെ വെച്ച് കാലൊന്ന് തെന്നിയപ്പോൾ ബാലൻസ് ചെയ്യാൻ കയറി പിടിച്ചതാവട്ടെ, അതുവഴി കടന്നു പോകുന്ന അടുത്ത സ്കൂളിലേക്ക് കടന്നു പോകുന്ന ഇലക്ട്രിക് ലൈനിൽ തൽക്ഷണം മരണം സംഭവിച്ചു. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയും താങ്ങും തണലുമാവേണ്ടവൻ നിശ്ചലനായി. മിഥുൻ ഇനിയില്ല. ആരൊക്കെയാണ് ഇതിന് ഉത്തരവാദി? സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധന കർശനമാക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ഉത്തരവിട്ടു. അതിനും വേണ്ടി വന്നു ഒരു രക്തസാക്ഷി. പഞ്ചായത്തിൽ അറിയിക്കാതെ നിർമ്മിച്ച സൈക്കിൾ ഷെഡ്, അതിനാണെങ്കിൽ പെർമിറ്റും വാങ്ങിയിട്ടില്ല. ലൈൻ കമ്പി താഴ്ന്നു കിടക്കുന്നത് കെ.എസ്.ഇ.ബി ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. എന്നാലും ലൈൻ മാറ്റാനല്ല ശ്രമിച്ചത്. ലൈൻ പരസ്പരം കൂട്ടിമുട്ടാതിരിക്കാൻ ഒരു കമ്പി വളച്ചു കിട്ടി. ശുഭം. സ്കൂളാണെന്നും അറിയാം, നിഷ്കളങ്കരായ കുട്ടികളാണ് പഠിക്കുന്നതെന്നും അറിയാം. എന്നാലും ഒരപകടം സംഭവിക്കാതെ ഞങ്ങളൊന്നും ചിന്തിക്കില്ല, ചെയ്യില്ല എന്ന അഹന്ത. സ്കൂളിനെ പഴിചാരി കൈയൊഴിഞ്ഞിരിക്കുകയാണ് കെ.എസ്.ഇ.ബി അധികൃതർ. കെ.എസ്.ഇ.ബിയുടെ അനുമതി വാങ്ങാതെയാണ് സ്കൂൾ മാനേജ്മെന്റ് നിർമ്മാണ പ്രവർത്തനം നടത്തിയതെന്നാണ് അവരുടെ നിലപാട്. എങ്കിൽ ചോദ്യം അതല്ല. വൈദ്യുതി ലൈനിന് തൊട്ടു താഴെ കെട്ടിടം നിർമ്മിച്ചത് അപകടകരമാണെന്ന് കാണിച്ച് ഒരു നോട്ടീസ് സ്കൂളിന് കൊടുക്കാമായിരുന്നില്ലേ? 100 വർഷം പഴക്കമുള്ള സ്കൂൾ കെട്ടിടത്തിന്റെ അടുത്തുകൂടി കടന്നു പോകുന്ന വൈദ്യുതി ലൈൻ വന്നിട്ട് 20 വർഷമായി. അതിനിടയിൽ ഒരിക്കൽ പോലും ഒരു പരാതിയുമായി സ്കൂൾ മാനേജ്മെന്റ് കെ.എസ്.ഇ.ബിയെ സമീപിച്ചിട്ടില്ല. ഷെഡും വൈദ്യുതി ലൈനും തമ്മിലുള്ള അകലം വെറും 1 മീറ്റർ മാത്രമാണ്.